വർദ്ധിച്ചുവരുന്ന വാഹനാപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ന്യൂസ് മലയാളം ക്യാമ്പയിൻ തുടരുകയാണ്. മരണപാത. തൃശൂർ ജില്ലയിലെ റോഡുകളിൽ മാത്രം അപകടക്കെണിയൊരുക്കി കാത്തിരിക്കുന്നത് 300-ലധികം ബ്ലാക്ക് സ്പോട്ടുകളാണ്. തൃശൂരിലൂടെ കടന്നുപോകുന്ന ദേശീയപാതകളിലും സംസ്ഥാന പാതകളിലും ഈ വർഷം മാത്രം പൊലിഞ്ഞത് 358 ജീവനുകൾ. അമിത വേഗത്തിനും അശ്രദ്ധയും മാത്രമല്ല, റോഡുകളുടെ മോശം അവസ്ഥയും നിർമ്മാണ പിഴവും ദുരന്തങ്ങളുടെ ആഘാതം കൂട്ടുകയാണ്. തൃശൂർ സിറ്റി പരിധിയിലും റൂറൽ പരിധിയിലുമായി ഈ വർഷം ജനുവരി 1 മുതൽ ഡിസംബർ 16 വരെ നടന്നത് 8762 വാഹനാപകടങ്ങൾ. അപകടത്തിൽപ്പെട്ട 10848 പേരിൽ 358 പേർ മരിക്കുകയും 3245 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. കേരള പോലീസ് പുറത്തുവിട്ട വിവരപ്രകാരം ജില്ലയിലൂടെ കടന്നുപോകുന്ന ദേശീയപാതകളിലും സംസ്ഥാന പാതകളിലുമായാണ് ഇത്രയും അപകടങ്ങൾ നടന്നതും ഇത്രയേറെ ജീവൻ പൊലിഞ്ഞതും. തൃശ്ശൂരിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66-ലും 44-ലും മറ്റ് സംസ്ഥാന പാതകളിലുമായി 330 ബ്ലാക്ക് സ്പോട്ടുകളാണ് മോട്ടോർ വാഹന വകുപ്പ് 2021 നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത്. സ്ഥിരം അപകട മേഖലകളാക്കി റോഡുകളെ വേർതിരിച്ച് പരിശോധിച്ചാൽ ദേശീയപാതകളിൽ 12-ഉം സംസ്ഥാന പാതകളിൽ 25-ഉം സ്ഥലങ്ങൾ വീതം മരണക്കെണി ഒരുക്കി കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് മെയിൻലി ആക്സിഡൻറ്റ്സ് വരുന്ന സ്ഥലങ്ങൾ നാറ്റ്പാക്ക് പഠന പ്രകാരം 2021 37 സ്ട്രെച്ചുകളാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ഏകദേശം 12 സ്ട്രെച്ചുകൾ ഹൈവേയിലും 25ഓളം സ്ട്രെച്ചുകൾ വരുന്നത് നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ അതുപോലെ മേജർ ഡിസ്ട്രിക്ട് റോഡുകളിലൊക്കെ ആയിട്ടാണ്. ഹൈവേയിൽ കട്ട് റോഡുകൾ കയറുന്ന ജംഗ്ഷനുകൾ എവിടെയാണോ അവിടെയാണ് മരണങ്ങളുള്ളത്. ആക്സിഡൻസുകൾ ഹൈവേയിൽ ത്രൂ ഔട്ട് നടക്കുന്നുണ്ട്. ഇൻ കേസ് ലൈൻ ചേഞ്ച് ചെയ്യുന്നതോട് കൂടിയിട്ടൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷേ മരണങ്ങൾ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലായിട്ടുള്ള കൊളീഷനിലാണ് കൂടുതലും മരണങ്ങൾ ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് മരണങ്ങൾ സംഭവിക്കുന്നത് റെഡ് ലൈറ്റ് സിഗ്നൽ വയലേഷനൊക്കെ വരുന്ന സ്ഥലങ്ങളിലാണ്. ആമ്പല്ലൂർ, പുതുക്കാട്, പഴമ്പള്ളം ജംഗ്ഷൻ, നടത്തറ മുതലായ സ്ഥലങ്ങളിലാണ്. ഇനി മണ്ണുത്തി ഏരിയകളിലുള്ള ആക്സിഡൻറ്റ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രാത്രി കാലങ്ങളിൽ പെഡസ്ട്രിയൻ ആക്സിഡൻറ്റ്സ് ഉണ്ട്. ആളുകൾ ക്രോസ് ചെയ്യുന്നതോട് കൂടിയിട്ട് മൂന്നാമത്തെ ലൈനൊക്കെ വരുമ്പോൾ ഫാസ്റ്റ് ട്രാക്കായി വാഹനങ്ങൾ വളരെ വേഗത്തിൽ വന്നിട്ട് ഇടിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അമിത വേഗവും അശ്രദ്ധയുമാണ് മിക്കപ്പോഴും അപകടങ്ങൾക്ക് കാരണമെങ്കിലും ജില്ലയിൽ നടക്കുന്ന റോഡുകളുടെ നിർമ്മാണത്തിലെ അപാകതകളും ശോച്യാവസ്ഥയും വലിയ ഭീഷണി ഉയർത്തുന്നുണ്ട്. ദേശീയപാതകളുടെ നിർമ്മാണത്തെ തുടർന്ന് നടപ്പാക്കുന്ന നിയന്ത്രണങ്ങളും തകർന്നു കിടക്കുന്ന സംസ്ഥാന പാതകളും ദുരന്തങ്ങളുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നു. സിഗ്നൽ സംവിധാനത്തിലെ പോരായ്മകൾ, റോഡുകളിലെയും വാഹനങ്ങളുടെയും വെളിച്ചക്കുറവ്, ആവശ്യത്തിന് പരിശീലനം കിട്ടാത്ത ഡ്രൈവർമാർ തുടങ്ങിയ ഘടകങ്ങളും അപകട കാരണമായി മാറുന്നുണ്ട്. അപകടങ്ങളുടെ മരണനിരക്ക് മൊത്തത്തിൽ കേരളത്തിൽ നോക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ 4440ഓളം അപകടങ്ങളാണ് 2019 സംഭവിച്ചിട്ടുള്ളത്. 2021 കൊറോണ കാരണം ആൾക്കാർ ആ ഒരു എണ്ണം കുറഞ്ഞു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊറോണ വന്നതിന് ശേഷം ആളുകൾ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാതെ, അതായത് ബസ്സിലും അതേപോലെ തന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറഞ്ഞു. അവരൊരു സ്കൂട്ടർ എടുത്തുകൊണ്ട് പുതിയ യൂസേഴ്സാണ് അവർ, റോഡിൽ പുതിയ യൂസേഴ്സ്. അവർക്ക് ഇതുവരെയുള്ള ട്രാഫിക് നിയമങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ റോഡിൽ പാലിക്കേണ്ട മര്യാദകളോ കാര്യങ്ങളോ അറിയില്ല. അവർ വണ്ടി എടുത്ത് ഓടിപ്പിച്ച് കൊറോണ സമയത്ത് റോഡ് ഫ്രീ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ആ തിരക്ക് പ്ലസ് ഈ ആളുകൾ കൂടിയിട്ടുള്ളത്, ഇപ്പോൾ വയസ്സായ ആളുകൾ അതേപോലെ സ്ത്രീജനങ്ങളൊക്കെ കൂടുതലായിട്ട് കൊറോണയ്ക്ക് ശേഷം സ്കൂട്ടേഴ്സ് യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ ഒരു വലിയൊരു വോളിയം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്, നമ്മുടെ ട്രാഫിക്കിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആക്സിഡൻസിൻ്റെ എണ്ണം കൂടും. മോട്ടോർ വാഹന വകുപ്പും പോലീസും സ്ഥാപിച്ച ക്യാമറകളിലൂടെ നിയമലംഘനങ്ങൾ വേഗത്തിൽ കണ്ടെത്താനും ഒരു പരിധിവരെ അപകടകരമായ ഡ്രൈവിംഗ് നിയന്ത്രിക്കാനും സാധിക്കുന്നുണ്ട്. പക്ഷേ റോഡുകളുടെ കൃത്യമായ പരിശോധനകളും ഗതാഗത നിയന്ത്രണങ്ങളും നടപ്പിലാക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് ഇപ്പോഴും കഴിയുന്നില്ല. തുടരെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഈ പോരായ്മകളുടെ നേർസാക്ഷ്യങ്ങളാണ്. ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശൂർ.